ഭൂട്ടാനിൽ നിന്നും ആഡംബര കാറുകൾ അനധികൃതമായി ഇന്ത്യയിലേക്ക് കടത്തി അത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ മുഖാർ എന്ന പേരിൽ ഒരു പരിശോധന കസ്റ്റംസ് കേരള വ്യാപകമായി തന്നെ നടത്തി. 30 ഇടങ്ങളിലായി നടന്ന പരിശോധനയിൽ 36 കാറുകളാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തത്. കേരളത്തിൽ അത് വളരെ ശ്രദ്ധയാകർഷിക്കാനുള്ള കാര്യം, വാർത്താ പ്രാധാന്യം നേടാനുണ്ടായ കാരണം, കേരളത്തിലെ പ്രമുഖ യുവ നടന്മാരായ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ എന്നീ 3 പേരുടെ വസതികളിൽ ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടന്നിരുന്നു. ഈ 3 പേരും ഇത്തരത്തിലുള്ള കാറുകൾ ഉപയോഗിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടന്നത്. ഇതിൽ ദുൽഖർ സൽമാന്റെ ഒരു കാറ് പിടിച്ചെടുത്തു. അപ്പോൾ തന്നെ അമിത് ചക്കാലക്കലിന്റെ കാറും പിടിച്ചെടുത്തിട്ടുണ്ട്. പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ പരിശോധന നടത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ കാർ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പൃഥ്വിരാജിന്റെ കാറുകളൊന്നും പിടിച്ചെടുത്തിട്ടില്ല. ദുൽഖർ സൽമാന്റെ 2 കാറുകളാണ് ഉപയോഗിക്കുന്ന തരത്തിൽ. അതിൽ ഒരു കാറ് പിടിച്ചെടുത്തു. മറ്റൊരു കാറ് റോഡ് ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ അത് പിടിച്ചെടുത്തിട്ടില്ല. ആ സീസർ ചെയ്ത് ദുൽഖറിന്റെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയാണ്. ഈ അമിത് ചക്കാലക്കലിന്റെ ഒരു വാഹനമാണ് പിടിച്ചെടുത്തതെന്ന് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. മറ്റ് ഏതാണ്ട് 6ഓളം കാറുകൾ അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിൽ ഉള്ളതാണ്, അത് മറ്റു ഉടമകളുടേതാണ് എന്ന് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും രാവിലെ ഇന്നലത്തെ പ്രഭാതം മുഴുവൻ, ഇന്നലത്തെ ഒരു ദിനം മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് ലൈവായിട്ട് സംപ്രേഷണം ചെയ്തത്, ലൈവായിട്ട് വിവരങ്ങളെല്ലാം നൽകിയ ഒരു സംഭവമായിരുന്നു ഇത്. ഇതിനൊടുവിൽ, ഈ പരിശോധനയ്ക്കൊടുവിൽ ഇതിൻ്റെ ഒരു ബ്രീഫിംഗ് നടത്താനായിട്ട് ഇന്നലെ 6:30 കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസ് വാർത്താ സമ്മേളനം വിളിച്ചു. അത് മാധ്യമങ്ങളുടെ ഒക്കെ തന്നെ ഒരു ആവശ്യപ്രകാരമാണ് അദ്ദേഹം ഈ വിവരങ്ങൾ എന്താണ് നടന്നത് എന്ന് പൊതുജനത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട്, പൊതുജനങ്ങൾക്കും ഉള്ള സംശയങ്ങളൊക്കെ തന്നെ തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം അത്തരത്തിൽ കാര്യങ്ങൾ വിശദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. 6:25 തുടങ്ങിയ വാർത്താ സമ്മേളനം ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു നിന്നു. വളരെ വിശദമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ എങ്ങനെയാണ് ഈ ഭൂട്ടാനിൽ നിന്നും കാറുകൾ കേരളത്തിലേക്ക് എത്തുന്നത്, ഇന്ത്യയിലേക്ക് എത്തുന്നത്, അതിവിടെ എങ്ങനെ എത്തുന്നു, പലരും എങ്ങനെയാണ് ഇത് മേടിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അതിനുശേഷം മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം വളരെ വ്യക്തവും കൃത്യവുമായ മറുപടികൾ നൽകി. ഈ 3 നടന്മാരെയും സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ 3 നടന്മാരാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ റഡാറിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒപ്പം തന്നെ അവരിൽ നിന്നും ആരിൽ നിന്നൊക്കെ കാറുകൾ പിടിച്ചെടുത്തു, എത്ര കാറുകൾ പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ വിവരങ്ങൾ അദ്ദേഹം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത്. ഈ വാർത്താ സമ്മേളനം ഇങ്ങനെ വലിയ രീതിയിൽ, മികച്ച രീതിയിൽ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിനിടയിലൊക്കെ തന്നെ ഈ കമ്മീഷണറുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പലതും അദ്ദേഹം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് പോവുകയാണ്. പിന്നീട് അദ്ദേഹം സംസാരിച്ച് മുന്നോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ ഒരു കോൾ വരുന്നു. ആ കോളോടുകൂടി ഈ വാർത്താ സമ്മേളനം അവസാനിച്ചു എന്നതാണ് വളരെ രസകരമായ ഒരു കാര്യം. അദ്ദേഹം ആ കോള് അറ്റൻഡ് ചെയ്തിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഉന്നതന്റെ കോളാണ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം കോള് കണ്ട ഉടനെ തന്നെ സാധാരണ മറ്റു കോളുകൾ അദ്ദേഹം ചെയ്തതുപോലെ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കോള് റിങ് ചെയ്ത് ഉടൻ തന്നെ അദ്ദേഹം ആ കോൾ എടുക്കുന്നു. അദ്ദേഹം സാറെന്ന് വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് ആൾറെഡി അത് പുരോഗമിക്കുന്നു എന്നൊക്കെ അദ്ദേഹം ചെറിയ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം കസേര മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചാണ് ഇരുന്നതെങ്കിൽ പിന്നീട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് എതിർവശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം കുറച്ച് സംസാരിക്കുന്നു, ഇന്നീറ്റും സംസാരിക്കുന്നു. പിന്നീട് അദ്ദേഹം കസേരയിൽ ഇരുന്ന മാധ്യമങ്ങളോട് പറയുന്നു, ഇത് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ഈ വാർത്താ സമ്മേളനം ഇവിടെ തുടരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ അത് അവസാനിപ്പിക്കുകയാണ്. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അങ്ങനെ തിരച്ചിലിടുകയാണ്. ഇതോടുകൂടി വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു. ഇതാരാണ് വിളിച്ചത്? കാരണം വളരെ നിർണായകമായ ഒരു വാർത്താ സമ്മേളനം, വളരെ പ്രമാദമായ കാര്യങ്ങൾ, വളരെ ഗൗരവമായ കാര്യങ്ങൾ, കസ്റ്റംസ് ഒരു പകൽ മുഴുവൻ നടത്തിയ പരിശോധനകളുടെയും റെയ്ഡിന്റെയും അതുമായി ബന്ധപ്പെട്ട അണിയറ കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കോൾ വരികയും അത് അദ്ദേഹം പെട്ടെന്ന് തന്നെ നിർത്തി, തനിക്ക് മുന്നോട്ട് തുടരാനിത് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയും ചെയ്യുന്നത്. അതിന് പിന്നിൽ എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷ, അഭ്യൂഹങ്ങൾ തന്നെ ഉയർന്നു. പലർക്കും ആ സംശയം ഉയർന്നു. അത് ആരെന്നത് ഇനിയും ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ഇന്നലെ നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നൊക്കെ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് സർവ്വസാധാരണമായിട്ട് ഇങ്ങനെ വാഹനങ്ങൾ കടത്തി വരാറുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അത് നിയമവിരുദ്ധമാണ്, ഇല്ലീഗലാണ്. അത്തരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിയമ നടപടി നേരിടേണ്ടി വരും. മറിച്ച് സാധാരണ ചെയ്യുന്നത് അവിടെ നിന്നും
അവിടെ ഉപയോഗിച്ച വാഹനങ്ങൾ, വിദേശത്ത് 3 വർഷം വരെ ഉപയോഗിച്ച വാഹനങ്ങൾ ഇന്ത്യക്കാർക്ക് തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ഇത് അവിടുത്തെ ഈ ഭൂട്ടാനിലെയൊക്കെ തന്നെ ആർമിയും ഉപയോഗിച്ച പഴയ വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ആ അതിർത്തി വഴി കടത്തിക്കൊണ്ട് വരികയാണ്. ഇങ്ങനെ കടത്തിക്കൊണ്ട് വരുമ്പോൾ ഈ വാഹനങ്ങളിൽ പലതും കടത്താൻ സാധിക്കും. വാഹനം മാത്രമല്ല, ആ വാഹനത്തിലൂടെ ആയുധങ്ങള്, ഒപ്പം തന്നെ മയക്കുമരുന്ന്, സ്വർണം ഉൾപ്പെടെയുള്ളവ കടത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഒപ്പം തന്നെ സാമ്പത്തിക ഭദ്രതയ്ക്കും സാമ്പത്തിക നിലയ്ക്കും ഒക്കെ തന്നെ വലിയ ഭീഷണിയാണ്. ഒരു സമാന്തര സംവിധാനമായിട്ട് അതൊക്കെ തന്നെ മാറും. അത് വളരെ വലിയ ഭീഷണിയാണ് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, അതിലും ഗൗരവമായ മറ്റൊരു സംഭവം അദ്ദേഹം പറഞ്ഞത്, ഇത്തരത്തിൽ ഇങ്ങനെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ചും ഈ പറയുന്ന അതിർത്തി സംസ്ഥാനങ്ങളിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഹിമാചൽ പ്രദേശ് ഉണ്ട്, ഒപ്പം തന്നെ അരുണാചൽ പ്രദേശ്, ഒപ്പം തന്നെ മധ്യപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യയിലെ സൈനികരുടെ ഒപ്പം തന്നെ ഇന്ത്യയിലെ എംബസികളുടെ, വിവിധ എംബസികളുടെ ഒക്കെ തന്നെ പേരുകളിലാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അവരുടെയൊക്കെ തന്നെ സീലുകളും എല്ലാം വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിൽ അവരുടെയൊക്കെ പേരിൽ ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്ന വളരെ ഗൗരവമായ ഒരു കാര്യം പറഞ്ഞു. കൂടാതെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പരിവാഹൻ എന്ന് പറയുന്ന വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് ഈ ഒരു സംഘം അത് ഹാക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷനൊക്കെ തന്നെ പല രീതിയിലെ വാഹനങ്ങളിലൊക്കെ തന്നെ രജിസ്ട്രേഷൻ തീയതികളും ഒക്കെ മാറ്റാനും അത്തരത്തിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിൽ ഈ പരിവാഹൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടി അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഓർക്കണം, പരിവാഹൻ എന്ന് പറയുന്നത് ഏറെ കാലമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ ഇത്തരത്തിൽ ഹാക്ക് ചെയ്തുകൊണ്ട് ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങൾ ഹാക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഗുണകരമായ രീതിയിൽ, അവർക്ക് അനുകൂലമായ രീതിയിൽ എല്ലാം തന്നെ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിയുന്നു. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ചെന്ന് നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ട് തന്നെയാണ്. ഇക്കാലമായിട്ടും അത് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, കേന്ദ്ര സർക്കാർ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രവുമല്ല, അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ പറയുന്ന വ്യാജ സീലുകളൊക്കെ തന്നെ, എംബസികളുടെ ഒക്കെ തന്നെ സീലുകൾ എല്ലാം വ്യാജമായിട്ട് നിർമ്മിക്കുക, വ്യാജ രേഖകൾ ചമച്ചുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതിലും ഉപരിയായിട്ട് ഈ പറയുന്ന പോലെ വിദേശത്ത് നിന്നും ഇങ്ങനെ ആയുധങ്ങള്, മയക്കുമരുന്നുകള്, സ്വർണം ഉൾപ്പെടെയുള്ളവ കടത്തിക്കൊണ്ടുവരുന്നു എന്നതൊക്കെ പറയുന്നത് രാജ്യ സുരക്ഷയുടെ ഭീഷണിയെ ആണ് ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ നമ്മൾ അറിയാം, നിലവിലെ കേന്ദ്ര സർക്കാർ ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വായ്ത്താരികളാണ് വിടുന്നത്. രാജ്യസുരക്ഷ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്, അതിനു മുന്നിൽ ഒന്നും അടിയറവ് വയ്ക്കില്ല. എല്ലാത്തിലും പ്രധാനമെന്ന് പറയുന്നത് രാജ്യസുരക്ഷയാണ് എന്നൊക്കെ വീമ്പ് പറയുന്ന കേന്ദ്ര സർക്കാർ, ആ സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ ആയുധങ്ങൾ വരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു, മറ്റ് മയക്കുമരുന്നുകൾ വരുന്നുണ്ട്, സ്വർണം വരുന്നുണ്ട്, ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ, പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ തന്നെ ഇത്തരത്തിൽ വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ആ വാഹനങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ബ്രീച്ച്, ഒരു സുരക്ഷാ വീഴ്ച ആ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ ഒരു കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അത് അദ്ദേഹം തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ്, അത് പുതിയ സമൂഹത്തിന് മുന്നിലുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ചിലരെ അലോസരപ്പെടുത്തിയത്. അതുകൊണ്ടാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഫോൺ കോൾ വരികയും ആ ഒരു വാർത്താ സമ്മേളനം അത് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട എന്നുള്ള ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തിനെ ആ വാർത്താ സമ്മേളനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത് എന്നുമാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്താൻ കസ്റ്റംസ് കമ്മീഷണർക്ക് ഒരാളുടെ അനുമതി ആവശ്യമില്ല, തന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി ആവശ്യമില്ല. അവരെ ഒന്ന് അറിയിക്കുക, ഇൻഫോം ചെയ്താൽ മാത്രം മതി. അത്തരത്തിൽ ഇൻഫോം ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്നലെ ഈ വാർത്താ സമ്മേളനം നടക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പലരുടെയും നെറ്റ് ചൊലിപ്പിച്ചു, അല്ലെങ്കിൽ പലർക്കും നേരെയുള്ള ഒരു അമ്പായിട്ട് മാറി, പലരുടെയും കസേര ഇളക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പലർക്കും അവിടെ ഇരിക്കപ്പുറതി ഇല്ലാതായി. തുടർന്ന് അദ്ദേഹത്തിനെ അടിയന്തരമായിട്ട് വിളിച്ച വാർത്താ സമ്മേളനം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും ആ വാർത്താ സമ്മേളനത്തിൽ വന്നിര ഈ കാര്യങ്ങളൊക്കെ തന്നെ, ഈ ഇത്തരത്തിൽ കാറിനകത്ത് മയക്കുമരുന്നും സ്വർണവും ആയുധങ്ങളും ഒക്കെ തന്നെ കടത്തപ്പെടുന്നു. ഒപ്പം ഈ പറയുന്നത് പോലെ എംബസികളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ തന്നെ വ്യാജരേഖകൾ, സീലുകളൊക്കെ തന്നെ ചമയ്ക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഒപ്പം പരിവാഹൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഹാക്ക് ചെയ്തുകൊണ്ട്
ഈ പറയുന്ന ഒരു സംഘം, കള്ളക്കടത്ത് സംഘം, അത് മാനേജ് ചെയ്യുന്നു, ആ പരിവാഹൻ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ അവർ നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം വലിയൊരു വീഴ്ചയാണ് ഈ ഉണ്ടായിരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനും വലിയൊരു തിരിച്ചടിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ വാർത്താ സമ്മേളനം പൊടുന്നനെ നിർത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും വരും ദിനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും. ഈ വിഷയത്തിൽ ഈ പറയുന്ന പോലെ ഓപ്പറേഷൻ ഉംഖാറുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ തുടർ നടപടികൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പുറത്തുവരുന്ന വിവരം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിക്കും. ഒപ്പം തന്നെ GST വകുപ്പ് അന്വേഷണം ആരംഭിക്കും. അതായത് GST വെട്ടിപ്പ് ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്, അതാണ് GST വകുപ്പ് അന്വേഷിക്കുക. ഒപ്പം തന്നെ കള്ളപ്പണം, ഈ ഇത്തരം കാറുകൾ വാങ്ങാനായിട്ട് കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണം ആവശ്യമാണ്. ഈ ഭൂട്ടാൻ എന്ന് പറയുന്നത്, ഭൂട്ടാനിൽ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഇറക്കുമതി തീരുവയില്ല, അതുകൊണ്ട് തന്നെ അവിടെ വാഹനങ്ങൾക്ക് വളരെ വിലക്കുറവാണ്, പുതിയ വാഹനങ്ങൾക്ക് പോലും വളരെ വിലക്കുറവാണ്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് എത്രത്തോളമാണ് വില വരിക നമുക്കറിയാം. 1 ലക്ഷമുള്ള വാഹനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നത് 10-20 ലക്ഷം രൂപയ്ക്ക് വിൽക്കുക, 3-4 ലക്ഷം രൂപയുള്ള വാഹനങ്ങൾ 50 ലക്ഷം രൂപയ്ക്കൊക്കെ തന്നെ വിൽക്കുന്നു. ഒപ്പം തന്നെ വലിയ ആഡംബര വാഹനങ്ങളൊക്കെ തന്നെ 1-2 കോടി രൂപ ഇന്ത്യയിലൊക്കെ തന്നെ വിലയുള്ള വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ അവർക്ക് 50-60 ലക്ഷം രൂപയ്ക്കകത്തൊക്കെ തന്നെ ഇവിടെ ഉള്ളവർക്ക് വാങ്ങാൻ സാധിക്കും. അത്തരത്തിലുള്ള പല നേട്ടങ്ങളും ഇത്തരത്തിലുള്ള കള്ളക്കടത്തിലൂടെയൊക്കെ തന്നെ ഉണ്ട്. അതെന്തായാലും വരും ദിനങ്ങളിൽ ഇപ്പോൾ പറയുന്നത്, കസ്റ്റംസ് പറഞ്ഞത് ഇന്നലെ ഇപ്പോൾ ഏതാണ്ട് 36 വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്ന് 200ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലേക്ക് മാത്രം വന്നിട്ടുണ്ട് എന്നാണ്, ഭൂട്ടാനിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനകത്ത് പലതിനും ഇൻഷുറൻസ് ഇല്ല, റോഡ് പെർമിറ്റ് ഇല്ല, അത്തരത്തിലുള്ള വാഹനങ്ങൾ നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും. ഈ നടന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട സമൻസ് അയക്കും, അവരെ വിശദാംശങ്ങൾ തേടും, അവരിൽ നിന്ന് മൊഴിയെടുക്കും. അതിനുശേഷം മാത്രമേ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. എന്തെങ്കിലും പിഴയടച്ച് ഒഴിവാക്കാവുന്ന ഒരു കേസല്ല ഇത്. അങ്ങനെ വന്നാൽ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോകുമെന്നും നമുക്കറിയുന്നുണ്ട്. എന്തായാലും ഇന്നലെ ആ കസ്റ്റംസ് കമ്മീഷണറെ വാർത്താ സമ്മേളനത്തിനിടയിൽ വിളിച്ച ഉന്നതനാര് എന്താണ് അദ്ദേഹം പറയുന്നത്, എന്തിനാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ പറഞ്ഞത് എന്ന ചോദ്യം, അതൊരു വലിയൊരു ചോദ്യമായിട്ട് തന്നെ കേരള സമൂഹത്തിന് മുന്നിൽ അവശേഷിക്കുകയാണ്. അത് ഈ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ എല്ലാവരും കണ്ട ഒരു കാര്യം കൂടിയാണ്.